ഒരുപാട് റാലികൾ കടന്നുപോയ വഴിയായിരിക്കും ഇത്. എന്നാൽ ഈ റാലിയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ റാലി ഒന്നും നേടിയെടുക്കാൻ വേണ്ടിയുള്ള റാലിയല്ല, ഒന്നിനെയും പ്രതിഷേധിച്ചുകൊണ്ടുള്ള റാലിയല്ല, ആരെയും കുറ്റപ്പെടുത്തുവാനോ പഴിചാരുവാനോ വന്നിരിക്കുന്ന റാലിയല്ല. മനുഷ്യനെ പിടിച്ച് മയക്കിക്കിടത്തുന്ന കരാളഹസ്തങ്ങളായ മദ്യവും മയക്കുമരുന്നുകളും സിഗരറ്റിന്റെ ഉപയോഗവും അതുപോലെ ആധുനിക ലോകത്തിന്റെ നൂതന ലഹരികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്റർനെറ്റ് ദുരുപയോഗം, മൊബൈൽ ഫോൺ ദുരുപയോഗം, അശ്ലീല സിനിമകളും മാഗസിനുകളും ഇവയുടെ അതിപ്രസരം, ഇവ കൊണ്ട് മലിനമാക്കപ്പെടുന്ന മനുഷ്യ മനസ്സുകൾ, ഇവയിൽ ജീവിതം നശിപ്പിച്ചു കളയുന്ന യുവ മനസ്സുകൾക്ക് ഒരു മാതൃകകളെ കാണിച്ചുകൊണ്ട് ഈ റാലി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും സർവശക്തനായ ഈശ്വരന്റെ സ്മൃതിയിൽ ഇരുന്നുകൊണ്ട് ഈ പ്രതിജ്ഞ ഏറ്റുപറയണം. ഞാൻ മൂല്യങ്ങളെ എന്റെ ജീവിതത്തിൽ ധാരണ ചെയ്ത് മൂല്യനിഷ്ഠ സമൂഹം സ്ഥാപിക്കുന്നതിൽ എന്റേതായ സഹയോഗം നൽകും. ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുകയും അവരുടെ രക്ഷയ്ക്കു വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യും. ഞാൻ എല്ലാവിധ ആസക്തികളിൽ നിന്നും സ്വയം മുക്തമാകുകയും സമൂഹത്തെ ലഹരി മുക്തമാക്കുന്നതിന് സഹയോഗം നൽകുകയും ചെയ്യും. ഞാൻ വ്യക്തിപരമായ എല്ലാ സ്വാർത്ഥതകളിൽ നിന്നും മുക്തമാകുകയും രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. എനിക്ക് ലഭിച്ച വിദ്യാഭ്യാസവും അറിവും സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ളവരെ ഉയർത്തുവാൻ വേണ്ടി ഞാൻ വിനിയോഗിക്കും. ഒരു പോസ്റ്റർ ഉണ്ട്. ഇത് കടകളിലോ വീടുകളിലോ ഒട്ടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ പോസ്റ്റർ ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ് സൗജന്യമായിട്ട്. നവപ്രഭാത ഭേരി മുഴക്കുന്നിവർ നവയുഗ സൃഷ്ടികർത്താക്കൾ, നവനവ നിർമ്മാണ നിപുണർ, പാവന പ്രകാശം ചൊരിയുന്നു. നവനവ നിർമ്മാണ നിപുണർ, പാവന പ്രകാശം ചൊരിയുന്നു. അണിനിരന്നു ആത്മീയ യോദ്ധാക്കൾ, ഇന്നത്തെ യുവാക്കൾ, നാളത്തെ ദേവതകൾ, സത്യമായ വഴികാട്ടികൾ, സത്യമായ വഴികാട്ടികൾ. ഘോരാന്ധകാരത്തിലും സദാ തിളങ്ങുന്ന വീടും പരിസരവും കുളവും തോടും റോഡും എല്ലാം നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ ഒന്നായി മുമ്പേക്ക് വരുമ്പോഴും നമുക്കറിയാം, ബാഹ്യമായ ശുദ്ധിയേക്കാൾ വലുതാണ് ആന്തരികമായ ശുദ്ധി. അതായത് ശരീര ശുദ്ധിയേക്കാൾ വലുത്, പരിസര ശുദ്ധിയേക്കാൾ വലുത്, എല്ലാറ്റിനും ഉയർന്നൊരു ശുദ്ധിയുണ്ട്. അതാണ് മനസ്സിന്റെ ശുദ്ധി എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ ഇല്ലാത്തതൊന്നാണ്. അതാണ് മനുഷ്യ മനസ്സുകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അശുദ്ധി ഉണ്ടാക്കുന്നത് പഞ്ചവികാരങ്ങളാണെന്ന് പറയും. അതാണ് കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, മത്സരം, സ്വാർത്ഥമായ താല്പര്യങ്ങളും ഇതെല്ലാം മനുഷ്യ മനസ്സിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങളായി മാറിയിരിക്കുന്നു. അണിനിരന്നു ആത്മീയ യോദ്ധാക്കൾ, ഇന്നത്തെ യുവാക്കൾ, അണിനിരന്നു ആത്മീയ യോദ്ധാക്കൾ, ഇന്നത്തെ യുവാക്കൾ, നാളത്തെ ദേവതകൾ, സത്യ
സത്യമായ വഴികാട്ടികൾ, നാളത്തെ ദേവതകൾ, സത്യമായ വഴികാട്ടികൾ. അണിനിരന്നു ആത്മീയ യോദ്ധാക്കൾ, ഇന്നത്തെ യുവാക്കൾ. സ്വർഗത്തിൻ അടിത്തറയാണിവർ, വിശ്വത്തിൻ ആശാദീപങ്ങൾ. സ്വർഗത്തിൻ അടിത്തറയാണിവർ, വിശ്വത്തിൻ ആശാദീപങ്ങൾ. സത്യധർമ്മത്തിൻ ചുവടുവയ്ക്കുന്നോർ, സ്നേഹത്തിനൊളി പകരുന്നോർ. സത്യധർമ്മത്തിൻ ചുവടുവയ്ക്കുന്നോർ, സ്നേഹത്തിനൊളി പകരുന്നോർ. അണിനിരന്നു ഈ ഒരു ആസക്തിയിലേക്ക് പോയത് തീർച്ചയായും മാതൃകകളെ കണ്ടിട്ടാണ്. ഇന്നിവിടെ ഇത്രയും യുവാക്കൾ അണിനിരന്നിരിക്കുന്നത് നമുക്കും നന്മയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കാം എന്നുള്ള മാതൃക കാണിക്കാനാണ്. വഴികാട്ടികൾ, സത്യമായ വഴികാട്ടികൾ. നവപ്രഭാത ഭേരി മുഴക്കുന്നിവർ, നവയുഗ സൃഷ്ടികർത്താക്കൾ. നവപ്രഭാത ഭേരി മുഴക്കുന്നിവർ, നവയുഗ സൃഷ്ടികർത്താക്കൾ. നവനവ നിർമ്മാണ നിപുണർ, പാവന പ്രകാശം ചൊരിയുന്നോർ. നവനവ നിർമ്മാണ നിപുണർ, പാവന പ്രകാശം ചൊരിയുന്നു. അണിനിരന്നു ആത്മീയ യോദ്ധാക്കൾ, ഇന്നത്തെ യുവാക്കൾ. നാളത്തെ ദേവതകൾ, സത്യമായ വഴികാട്ടികൾ, സത്യമായ വഴികാട്ടികൾ.